പഠിപ്പിച്ച് ഈ 10-25 വർഷം പഠിപ്പിച്ച് കഷ്ടപ്പെട്ട് സ്വർണവും പൈസയൊക്കെ കൊടുത്ത് ഒരു കൊലപാതകി പൈസ കൊടുത്ത് വാങ്ങിച്ച് മോക്കം കൊടുക്കും. ചോദിച്ചാൽ പറയും പെണ്ണല്ലേ, കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും, ജീവിതമല്ലേ, എടുത്തെറിഞ്ഞിട്ടിങ്ങി പോരാതാ. ഒരു ദിവസം പിണങ്ങി വീട്ടിൽ വന്ന് പറ്റാണ്ട് വീട്ടിൽ നിന്ന വീട്ടുകാർ ആദ്യം കുഴപ്പമില്ല, നാട്ടുകാർ എന്ത് പോകുന്നില്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കുറച്ചൊക്കെ ക്ഷമിക്കുക, അതൊക്കെ ശരിയാവും. നമ്മളൊക്കെ എത്രയോ കൊണ്ടിരിക്കുന്നു, എത്രയോ സഹിച്ചിരിക്കുന്നു. ഈ ഉമാതിരി ഊള വാക്കുകൾ പറഞ്ഞിട്ട് ഈ പെൺപിള്ളേരെ തള്ളിവിടും. പിന്നെ പോയിട്ട് അതുങ്ങൾ വിചാരിക്കും നാട്ടിൽ ചെന്നാലും വീട്ടിൽ ചെന്നാലും ഇതല്ലേ കേൾക്കാനുള്ളത്, അതിനേക്കാളും പോകണ്ട ഇവിടെ കിടക്കുക. ആ അടി കൊണ്ടുവരാ അവസരത്തിൽ അവർക്ക് തോന്നി ഇനി എന്തിനു ജീവിച്ചിരിക്കുന്നത്, ആർക്ക് വേണ്ടി അങ്ങ് ചെയ്യും. അപ്പൊ ഈ തള്ളിവിടുന്നത് ഈ മാതാപിതാക്കൾ തന്നെയാണ്. അവർക്കറിയാം, അവർക്ക് അങ്ങനെ ഒരു കല്യാണം നടത്തുമ്പോൾ തന്നെ അവർക്കറിയാം, ഇത് ഒരു മാസമൊക്കെ ആകുമ്പോൾ തന്നെ അറിയാം എങ്ങനെയാണെന്ന്. അപ്പൊ പറയണം, നീ വാ, പോണ്ട, ഇനി നിക്കണ്ട, നിനക്ക് ഇവിടെ ജീവിക്കാം, നിനക്ക് ജോലിയുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ സംരക്ഷിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ സംരക്ഷിക്കേണ്ട ആവശ്യം, നിനക്ക് നിന്നെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ട്. നീ കുഞ്ഞു കുട്ടിയൊന്നുമല്ല, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് സ്വയം സംരക്ഷിക്കാനുള്ള കഴിവില്ലേ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്ത് ജോലി ചെയ്താലും ജീവിക്കാം. അങ്ങനെ ഒരു ഉറപ്പ് മാതാപിതാക്കൾ കൂടെ നിൽക്കുന്നവരും കൊടുത്താൽ ആരും പോകില്ല. ഇതൊന്നും ചെയ്യാതെ മരിച്ചു കഴിയുമ്പോൾ വന്നിരുന്ന് മീഡിയയുടെ മുമ്പ് കരയും, അയ്യോ എനിക്കറിയാമായിരുന്നു, അവനാണേ കൊന്നത്, അവനാണേ ചെയ്തത്, അവന്റെ വീട്ടുകാരങ്ങനെയാണേ. ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങോട്ട് തള്ളികുന്തി വിടുന്നത് മക്കളെ പിടിച്ച് പിന്നെയും പിന്നെയും. എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും കുറേ പൈസയും സ്വർണവും കൊടുത്ത ഒരു കൊലയാളിയെ ഒരു മകൾക്ക് വേണ്ടി വാങ്ങി കൊടുക്കാതിരിക്കുക. അവര് ജീവിക്കട്ടെ, സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അവരിങ്ങോട്ട് ആവശ്യപ്പെടട്ടെ, എനിക്കൊരു കൂട്ട് വേണമെന്ന്. അന്ന് അവർക്ക് പറ്റിയത് അവളെ മാത്രം മതി എന്ന് ആഗ്രഹിച്ചു വരുന്നവര് ഒന്നും കൊടുക്കാതെ പറഞ്ഞു വിടുക, ഞങ്ങൾ ഒന്നും തരില്ല, ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഇവളെ മാത്രം മതി എന്ന് പറഞ്ഞു വരുന്ന ഒരാളെ കയ്യിൽ ഏൽപ്പിക്കുക. എത്രയോ പാവം പിടിച്ച പയ്യന്മാരുണ്ട്, അവർക്കൊന്നും കൊടുക്കൂല. കുറെ നല്ല ജോലി, പൊസിഷൻ, ഇതൊക്കെ തറവാട്ട് മഹിമ, ജാതി, ഇതൊക്കെ നോക്കി 10-ൽ 10 പൊരുത്തമൊക്കെ നോക്കി പറഞ്ഞു വിടും. അങ്ങനെ നാളെ മോള് സന്തോഷത്തോടെ ജീവനോടുകൂടി സ്വന്തം മുന്നിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും അങ്ങനെ പറയും. അങ്ങനെ ചെയ്യരുത്. അല്ല, വീടിന്റെ മഹിമ, നാട്ടുകാരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണെങ്കിൽ ഇനിയും ഇതുപോലെ തന്നെ ഉണ്ടാവും. ഇവനൊക്കെ പുറത്തിറങ്ങി ജാമ്യം കിട്ടി ഇറങ്ങി ഇവന് കല്യാണം അടിപൊളിയായിട്ട് വേറെ പെൺപിള്ളേരെ വന്ന് കെട്ടും. പോയത് നിങ്ങൾക്ക് മാത്രമാണ്. ഇനിയെങ്കിലും മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. അല്ലാണ്ട് എന്ത് പറയാൻ, അല്ലാണ്ട്